This is 24. Good afternoon. മാതാപിതാക്കളുടെ ഓരോ വാക്കും മുഖഭാവവും ശരീരഭാഷയും പ്രവൃത്തിയുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം മൂല്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത്. എന്നാൽ പല മാതാപിതാക്കളും തങ്ങൾ നൽകുന്നത് എന്ത് സന്ദേശമാണെന്ന കാര്യത്തിൽ ബോധ്യമുള്ളവരല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് എഴുത്തുകാരിയും തെറാപ്പിസ്റ്റുമായ വിർജീനിയ സാറ്റിറാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ അന്ധകരായി മാറുന്ന കാലത്ത് ഉത്തരവാദിത്തമുള്ള രക്ഷകർത്താക്കളാകാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. വന്ധ്യത കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ലൈവ് ഡോക്ടേഴ്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് ARC ഇന്റർനാഷണൽ ഫെർട്ടിലിറ്റി ആൻഡ് റിസർച്ച് സെന്ററിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ആരതി കുമാറാണ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. താങ്ക് യു. അപ്പോൾ അമേരിക്കൻ മ്യൂസീഷ്യനായ ടെയ്ലർ ഹാൻസൺ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഉണരുമ്പോൾ തന്നെ അത് പുതിയ നിർവചനങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ആഗ്രഹിച്ചാണ് ഓരോ മാതാപിതാക്കളും ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ പലർക്കും ശരിക്കും ഈ വന്ധ്യത എന്താണെന്നറിയില്ല. ചിലരെങ്കിലും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. കല്യാണം കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ 3 മാസമൊക്കെ കഴിഞ്ഞ് ഓടി വരും ഡോക്ടറിൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ശരിക്കും വന്ധ്യത എന്ന് പറയുന്നത് ഒരു ടെൻഷൻ ആക്കേണ്ടത് ഏത് സമയത്താണ്? നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പലപ്പോഴും ദമ്പതികൾ തമ്മിൽ തന്നെ തെറ്റായ ധാരണ ഉണ്ടാവുന്ന ഒരു ഫീൽഡാണ് ഈ വന്ധ്യത എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് നവദമ്പതികളിൽ വിവാഹം കഴിഞ്ഞൊരു 3-4 മാസം ആകുമ്പോഴേക്കും തന്നെ വിശേഷം ഒന്നും ഇല്ലാത്ത സമയത്ത് ഓടിച്ചെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു, എല്ലാ ടെസ്റ്റുകളും A to Z ഉള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നു, എന്നിട്ട് ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കുന്നു. നമ്മൾ കൃത്യമായി പറഞ്ഞാൽ വന്ധ്യതേനെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു ദമ്പതി യാതൊരു ഗർഭനിരോധന മാർഗങ്ങളില്ലാതെ തുടർച്ചയായി 12 മാസം ഗർഭം ധരിക്കാൻ ശ്രമിച്ചിട്ടും ആവാത്ത അവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. അത് പ്രായം കുറഞ്ഞ ദമ്പതികളിൽ, അതായത് 35 വയസ്സിന് താഴെയുള്ള ദമ്പതിമാർക്കാണ് ഈ 12 മാസക്കാലം. അല്ലാതെ പ്രായം കൂടിയ ദമ്പതികളിൽ, അതായത് 35 വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ചും കൂടെ ചുരുക്കുന്നു. അതിനെ 12 മാസത്തിന് പകരം 6 മാസമാക്കി മാറ്റുന്നു. സോ 6 മാസവും അല്ലെങ്കിൽ 12 മാസം തുടർച്ചയായി ശ്രമിച്ചിട്ടും ആകാതെ വരുമ്പോൾ മാത്രം ഒരു ഡോക്ടറെ കണ്ടാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ദമ്പതികൾ മാത്രമല്ല ചുറ്റുപാടുമുള്ളവരും കൂടെ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ഇവരെ ടെൻഷൻ ആക്കുന്നത് മറ്റുള്ളവരാണ്. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച 3 ആഴ്ച അല്ലെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ടേ ഈ ചോദ്യം തുടങ്ങും. അതാണ് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ഇനിയിപ്പോൾ അതല്ലാതെ നമ്മൾ ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ തന്നെ വന്ധ്യത നമ്പർ ഓഫ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. 8-12%. കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലൊട്ടാകെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. അപ്പം ഡോക്ടറിനാണെങ്കിൽ അത് മനസ്സിലായി കാണും. അപ്പം ഇങ്ങനെ ഈ വന്ധ്യതയുടെ ആ ഒരു നമ്പർ കൂടുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇപ്പോൾ പണ്ടൊക്കെ ഒരു ദമ്പതിക്ക് 10-12 മക്കളൊക്കെ ആയിരുന്നുണ്ട് നമ്മുടെ മുത്തശ്ശന്മാരുടെ പ്രായകാലത്ത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ കിട്ടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടോടെയാണ്. അതെ, ഒരു കുട്ടിയെ കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം എല്ലാം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ജീവിതശൈലി മാറ്റം കൊണ്ടാണ്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഇപ്പോഴത്തെ ന്യൂജൻ ലൈഫ് സ്റ്റൈൽ, അതായത് ലാക്ക് ഓഫ് എക്സസൈസ് ഇല്ലായ്മ, പിന്നെ ഫാസ്റ്റ് ഫുഡിലുള്ള ഡിപ്പെൻഡൻസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ത്രീകളിൽ കൂടുതൽ അമിതവണ്ണം ഉണ്ടാകുന്നു. അത് കാരണം എല്ലാവരും കേട്ടിരിക്കുമല്ലോ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വന്ധ്യതയ്ക്ക് ഒരു കാരണമായി കാണുന്നത്. പിന്നെ പുരുഷന്മാരിലാണെങ്കിലും നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പണ്ടൊക്കെ ഒരു 3-4 സ്ത്രീകൾ കൂടുന്നിടത്ത് പെട്ടെന്ന് ഒരു ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 4-5 സ്ത്രീകൾ കൂടുമ്പം ഈ PCOD കുറിച്ചാണ് കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് കോമൺ ആയി കഴിഞ്ഞു ഇത്. തീർച്ചയായിട്ടും ഒരു 5 സ്ത്രീകൾ അല്ലെങ്കിൽ 10 സ്ത്രീകളിൽ എടുത്താൽ അതിൽ 6 പേർക്കെങ്കിലും കാണുന്ന ഒരു ഡിസോർഡറാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അതിൽ എല്ലാവർക്കും വന്ധ്യത വരണമെന്നില്ല, അതിൻ്റെ സിവിയറിറ്റിയും സിംറ്റംസും അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഡോക്ടർ ഈ വ്യായാമക്കുറവെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂരിഭാഗം സ്ത്രീകളും അതായത് അധ്വാനത്തിന് ശേഷം ഒരു വ്യായാമത്തിന് അവർക്ക് സമയം കിട്ടാത്തത് കൊണ്ടാവും. പക്ഷെ ചിലരെന്ന് പറഞ്ഞാൽ എക്സ്ട്രീമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രീം എക്സസൈസും വന്ധ്യതയ്ക്ക് ഒരു കാരണമാകാറുണ്ട്? തീർച്ചയായിട്ടും ഈ എക്സ്ട്രീം എക്സസൈസ് വരുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള ഹോർമോൺസിനെ അത് ബാധിക്കാം. സോ ഒന്നുകിൽ മെയിൽ ഹോർമോൺസ്, എക്സ്ട്രീം എക്സസൈസ് വരുമ്പോൾ ഈ മസിൽസ് എല്ലാം ബിൽഡ് ചെയ്ത് മെയിൽ ഹോർമോൺസ് കൂടുതലാകാം. പോരാതെ തന്നെ തലച്ചോറിൽ നിന്നുള്ള ഹോർമോൺസിൻ്റെ സെക്രീഷൻ സപ്രസ്ഡ് ആവാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നോർമൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഉണ്ടാവാം?
ഇപ്പം നമ്മൾ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്താൽ ഓരോ അവയവങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. ഇപ്പം ഓവറി ആണെങ്കിൽ നമ്മൾ തുടങ്ങിയത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം വെച്ചിട്ടാണ്. അതുകൂടാതെ എൻഡോമെട്രിയോസിസ്, പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, അതായത് തൈറോയിഡ്, പ്രൊലാക്റ്റിൻ എന്നീ ഹോർമോണുകളുടെ ഇംബാലൻസ് കാരണം ഓവുലേഷനെ ബാധിക്കാം. പിന്നെ വരുന്നത് ട്യൂബൽ, അതായത് അണ്ടവാഹിനിക്കുഴൽ. അണ്ടവാഹിനിക്കുഴലിൽ ഒന്നുകിൽ ജനിതകമായ ബ്ലോക്കോ ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിപ്പ് കാരണം ചലനശേഷിക്ക് പ്രോബ്ലം വരുന്ന കണ്ടീഷൻസ്, അതായത് ഇൻഫെക്ഷൻസ്, അതിന് നമ്മൾ PID അഥവാ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ട്യൂബർക്കുലോസിസ് കാണാം. ഇന്ത്യയിൽ ഇപ്പോൾ ട്യൂബർക്കുലോസിസ് വളരെ കോമൺ ആണല്ലോ. സോ ട്യൂബർക്കുലോസിസ്, ക്ലമീഡിയ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് കാരണം ട്യൂബിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പം ഈ എൻഡോമെട്രിയൽ ലൈനിങ് അഥവാ എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസ് അല്ലാതെ പുറമേയുള്ള അവയവങ്ങളിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി നമ്മളത് ട്യൂബുകളിലോ ഇല്ലെങ്കിൽ ഓവറിയിലായിരിക്കും ഈ എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സ് കാണുന്നത്. അപ്പോൾ ഇത് കാരണം അവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിപ്പുണ്ടാകാം. അത് കാരണം ട്യൂബിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോകാം. ഇതിന് പുറമെ സ്ത്രീകളിൽ കുറേ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഫൈബ്രോയിഡ്സ്. അപ്പോൾ ഒരു സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ പലർക്കും ചെറിയ രീതിയിലുള്ള ഫൈബ്രോയിഡ്സ് ഉണ്ടാവാം. പക്ഷേ പലരും വറീഡ് ആവാം ഈ ഫൈബ്രോയിഡ്സിനെ പറ്റി. പക്ഷേ ഏത് തരത്തിലാണ് ഈ ഫൈബ്രോയിഡ്സ്, അല്ലെങ്കിൽ ഏതൊരു ഘട്ടത്തിലാണ് അത് ഗർഭധാരണത്തെ തടസ്സമായിട്ട് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഫൈബ്രോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ്, അതായത് എണ്ണം അഥവാ പിന്നെ അതിൻ്റെ ലൊക്കേഷൻ, എവിടെയാണോ ഫൈബ്രോയിഡ് സ്ഥിതി ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും വന്ധ്യതയ്ക്ക് അതൊരു കാരണമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ യൂട്രസിന് പല ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിലാണ്, അതായത് സീറോസെൽ ഫൈബ്രോയിഡ്, സബ് സീറോസെൽ ഫൈബ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അത് ഗർഭധാരണത്തിനെ ബാധിക്കുന്നതല്ല. ഇൻട്രാമ്യൂറൽ അഥവാ അതിൻ്റെ മസ്കുലർ ലെയറിലാണ് കാണുകയോ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിലേക്ക് തള്ളിയിരിക്കുന്ന ഫൈബ്രോയിഡ്സ്, അതിനെ നമ്മൾ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്ന് പറയും. സോ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് ആണ് കൂടുതലും വന്ധ്യതയ്ക്കൊരു കാരണമാകുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. പാലക്കാട് നിന്ന് രാഹുലാണ്. രാഹുൽ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം. ഹലോ. ഹലോ ഡോക്ടർ. ഹലോ പറയൂ. ഞാനിപ്പോൾ വിളിച്ചത്, എൻ്റെ വൈഫ് 2 തവണ മിസ്കാരേജ് ആയി. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിലുള്ളവർ തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് 1 ഇയറിൽ ഇന്റൻഷനലി നമ്മള് ഡിലേ ആക്കി. അത് കഴിഞ്ഞ് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇമീഡിയറ്റ്ലി ആള് പ്രഗ്നന്റ് ആയി. 1 മന്ത് കഴിഞ്ഞപ്പോഴേക്കും പ്രഗ്നന്റ് ആയി. ഒരു 2.5 months കഴിഞ്ഞപ്പോൾ ആള് മിസ്കാരേജ് ആയി. അത് ഇന്റൻഷനലി അബോർട്ട് ചെയ്യുകയും ചെയ്തു, കാരണം കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല 2 മാസം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഒരു 2.5 months 3 months കഴിഞ്ഞ് ഡിലേ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തോളം പറഞ്ഞു ഡോക്ടർ, ട്രൈ ചെയ്തോളം പറഞ്ഞു. അപ്പൊ അത് ട്രൈ ചെയ്തപ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആയി. അപ്പൊ പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഒരു 1 month കഴിഞ്ഞപ്പോൾ അത് ഇന്റൻഷനലി ബ്ലീഡിങ് ആയിട്ട് മിസ്കാരേജ് ആയി പോയി. അപ്പോ അത് നമുക്ക് അപ്പൊ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്റെ സ്പെർം കൗണ്ട് നോക്കിയപ്പോ കൗണ്ടില് ഒരു 25 million ആണ് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ 55 million ആ റേഞ്ചിലാണ് കണ്ടത്. പക്ഷെ മോർട്ടിലിറ്റി ഒരു 20% കണ്ടുള്ളൂ. പക്ഷെ വൈഫിന്റെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്കാനിങ്ങിൽ എല്ലാം PCOD ഒന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു ഹോർമോൺ, ഈ 2ാം മിസ്കാരേജ് ആയപ്പോ ഹോർമോണിന്റെ ചെറിയ ടെസ്റ്റ്, അതായത് LSHന്റെയും FSHും അതെ, അത് ടെസ്റ്റ് ചെയ്തപ്പോ അതില് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് സ്കാനിങ്ങിലൂടെ കാണാൻ പറ്റില്ല, പക്ഷെ അത് PCOD സസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്. അപ്പൊ ഞാൻ യൂറോളജിസ്റ്റിനെ കണ്ടിരുന്നു. യൂറോളജിസ്റ്റ് എക്സാമിൻ ചെയ്തു. പക്ഷെ ഫർദർ ഒരു ഇതിന് വേണ്ടിയിട്ട് ഡോക്ടർ സ്കാനിങ് അഡ്വൈസ് ചെയ്തു. അപ്പൊ ടോട്ടൽ സ്കാനിങ് ചെയ്തപ്പോ മൈനർ ആയിട്ട് വളരെ മൈനർ ആണ്, പക്ഷെ അതത്ര മെഡിക്കേഷന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇതിൽ നിൽക്കുന്നത്. സോ നമ്മൾ മിസ്കാരേജും 2 years കഴിഞ്ഞു ആക്ച്വലി നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞ് വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ബി ഫ്രാങ്ക്ലി നമ്മൾ ടെൻസ്ഡ് ആണ് ആക്ച്വലി. ഇനി
ചെയ്യേണ്ടത്, ഫെർദർ എന്താ, ആരൊക്കെ കാണണം, സെന്ററിൽ പോണോ, അതുപോലെ തന്നെ കുറച്ച് ടെൻസ്ഡാണ് ആക്ച്വലി, നമുക്ക് എന്താ ഓക്കെ, ചെയ്യേണ്ടെന്നൊരു ഐഡിയ. ശരി. രാഹുലിനും വൈഫിനും ഏജ് ഒന്ന് പറയാവോ? എനിക്ക് 31 ആയി, വൈഫ് 27. ഓക്കെ, സോ ഏജ് ഒരു പ്രോബ്ലം അല്ല. ഓരോ തവണ അബോർഷൻ ആയപ്പോഴും കുഞ്ഞിന്റെ ഹൃദയത്തുടിപ്പ് അറിഞ്ഞതിന് ശേഷമാണ് അബോർഷൻ ആയത്? അല്ല അല്ല, ഹൃദയത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പ് തന്നെയാണ്? ഫസ്റ്റ് ഫീറ്റൽ പോൾ ഫോർമേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഡോക്ടർ. ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ ഡോക്ടർ പറഞ്ഞു ഇൻട്രായൂട്ടറിൻ പ്രഗ്നൻസി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഡോക്ടർ. പക്ഷെ ഫർദർ ഗ്രോത്ത് ഈ പറഞ്ഞ പോലെ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം എന്തുകൊണ്ട് ഗർഭിണി ആകാനായിട്ട് ഒരു പ്രശ്നം കാണുന്നില്ല, പക്ഷെ ഗർഭം എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. സോ അതിന് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, APLA സ്ക്രീനിങ് എന്ന് പറയും, അതൊന്ന് ചെയ്യണം. അത് ചെയ്തു ഡോക്ടർ. ചെയ്തു, നോർമൽ ആയിരുന്നു? അത് നോർമൽ ആയിരുന്നു. ഓക്കെ, അത് ആദ്യം ചെയ്തു. അത് ഈ ജെനറ്റിക്കൽ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ അങ്ങനെ ഉള്ള ഒരു ഇതല്ലേ? അതെ അതെ, അത് ചെയ്തിരുന്നു ഡോക്ടർ, അത് നോർമൽ ആയിരുന്നു. കാരിയോ ടൈപ്പിംഗ് ചെയ്തായിരുന്നോ? ഇല്ല, കാരിയോ ടൈപ്പിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ കപ്പിളുടെ കാരിയോ ടൈപ്പിംഗ്, അതായത് നിങ്ങളുടെയും വൈഫിൻ്റെയും ക്രോമോസോമൽ അനാലിസിസ് നമുക്ക് ചെയ്യാനുണ്ട്. അതും കൂടെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും ഗ്രോസ് ആയിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല. തനിയെ ട്രൈ ചെയ്താൽ തന്നെ വിത്ത് ഫോളിക് ആസിഡും, വൈഫിനോട് ഫോളിക് ആസിഡ് തുടരെ കഴിക്കാൻ പറയുക. കാരിയോ ടൈപ്പിംഗ് നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും വേറെ മേജറായിട്ടുള്ള പ്രോബ്ലംസ് കാണുന്നില്ല. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു രാഹുലിന് അത് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പൊ രാഹുലിന്റെ ശബ്ദത്തിൽ തന്നെ ഒരുപാട് ആശങ്ക നമുക്ക് കേൾക്കാം. പക്ഷേ ഈ പുരുഷ വന്ധ്യതയുടെയും സ്ത്രീ വന്ധ്യതയുടെയും കാരണങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അമിതമായ മാനസിക സമ്മർദ്ദവും ഒരു കാരണമാകാറില്ലേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ ഈ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ലാക്ക് ഓഫ് എക്സസൈസ്, അതിനോടൊപ്പം തന്നെ മെൻ്റൽ സ്ട്രെസ്, ജോലി റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പഠിത്തം കാരണമുള്ള സ്ട്രെസ്, ഇതെല്ലാം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നതിന് ഒരു വലിയൊരു കാരണമാണ്. സോ പുരുഷനിലാണെങ്കിലും സ്ത്രീയിലാണെങ്കിലും അത് വന്ധ്യതയ്ക്ക് ഒരു വലിയ കാരണം തന്നെയാണ്. സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ ഇനീഷ്യലി പറയുന്ന ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലും സ്ട്രെസ് റിലാക്സേഷൻ എക്സസൈസസും ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുലും വൈഫും കുറച്ചും കൂടെ ടെൻഷൻ ഈ കാര്യത്തിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചാൻസസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാരണത്തോടൊപ്പം തന്നെ ചിലപ്പോൾ ചില മെഡിക്കൽ റീസൺസും ഉണ്ടാവാമല്ലോ, അതായത് ഒരു പെൽവിക് സർജറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില മരുന്നുകളുടെ ഉപയോഗം, അങ്ങനെയുള്ളതും കാരണമാവാറില്ലേ വന്ധ്യതയ്ക്ക്? പ്രത്യേകിച്ച് സ്ത്രീകളിൽ പെൽവിക് സർജറി, മുമ്പ് അപ്പൻഡിക്സിൻ്റെ സർജറി, ഇല്ലെങ്കിൽ ട്യൂബിൽ തന്നെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോർമൽ അനാറ്റമി ഡിസ്റ്റർബ്ഡ് ആകുന്നു. സോ നമ്മൾ ഓർഗൻസിനെ നേരത്തെ തന്നെ നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്നു വയറ് തുറന്ന്, അപ്പോൾ അത് കാരണം തന്നെ അവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിപ്പുണ്ടാകാം. അതൊരു മെയിൻ കോസാണ് ട്യൂബൽ ഫാക്ടറിന്. അപ്പോൾ ട്യൂബ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അണ്ടോൽപാദനം ഉണ്ടായാൽ പോലും അണ്ടങ്ങൾ കുഴലിൽ എത്തുന്നില്ല, അത് കാരണം ബീജമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു പ്രധാന കാരണമാകുന്നു. ഡോക്ടർ, ഒരു കോളറോടുണ്ട്. വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ഡോക്ടറിനോട് ചോദിക്കാം. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ മാം. ഡോക്ടർ. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയൂ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണേ. 2 കുട്ടികളുണ്ട്. എനിക്ക് 34 വയസ്സുണ്ട്. അപ്പം ഈ മെൻസസ് വരുമ്പോ ഭയങ്കര അതിവേദനയായിരുന്നു. അപ്പം കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ എൻഡോമെട്രിക് സിസ്റ്റ് ഉണ്ടെന്ന്. സിസ്റ്റ് ഉണ്ട്. അപ്പം ഗുളികയൊക്കെ കഴിച്ച് കുറച്ച് ചുരുങ്ങിയൊക്കെ ചെയ്തു. ഓക്കെ. ചുരുങ്ങിയൊക്കെ ചെയ്തപ്പം ഇനിയിപ്പോൾ അത് എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കീ ഹോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ. ശരി. മാമിന് 2 മക്കളുണ്ടോ? 2 മക്കളുണ്ട്. എത്ര വയസ്സായി? മോന് 12, മോക്ക് 10 വയസ്സ്. ഓക്കെ. പ്രസവം നിർത്തിയതാണോ മാം? നിർത്തിയതാ. ഓക്കെ. ഇപ്പം സിസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചും മാമിൻ്റെ സിംറ്റംസ് അനുസരിച്ചിട്ടുമാണ് സർജറി വേണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കേണ്ടത്. സിസ്റ്റിൻ്റെ സൈസ് ഏകദേശം എത്രയുണ്ട്? ഒരു 8.5 ഉണ്ട് ഒരെണ്ണം. മില്ലിമീറ്റർ ആണോ? മില്ലിമീറ്റർ. അപ്പോൾ ചെറിയ സിസ്റ്റ് ആണല്ലോ, വളരെ ചെറിയ സിസ്റ്റ് ആണല്ലോ. അത് കാരണം മാത്രം അതിനു വേണ്ടി മാത്രമായിട്ട് സർജറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് ഇപ്പം ഗർഭം ധരിക്കേണ്ട മീൻസ് കുട്ടികളുണ്ടല്ലോ. സോ വന്ധ്യത ഒരു പ്രശ്നമല്ല. അത് കാരണം നമുക്ക് നീണ്ട നാൾ ഇഞ്ചെക്ഷൻസ് വെച്ചിട്ടും നമുക്ക് എൻഡോമെട്രിയോസിസ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓക്കെ,
ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. അപ്പോൾ ഈ തിരക്ക് കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ ഭക്ഷ്യകാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ചിലരുണ്ടാകും, ചിലർക്ക് അനോറക്സിയ നെർവോസ പോലെ. അപ്പോൾ ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമാവാറുണ്ടോ? രണ്ട് എക്സ്ട്രീംസും കാരണമാകുന്നു. അതായത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ സിവിയർ ബിഞ്ച് ഡിസോർഡേഴ്സും ഉണ്ടല്ലോ. അത് കാരണം ഓവർ വെയ്റ്റ്, ഒബീസിറ്റി, അതെല്ലാം കാരണം എല്ലാം ഹോർമോണൽ ഇംബാലൻസ് വരുന്നു. അതിൽ മെയിൻലി കാണുന്ന പോളിസിസ്റ്റിക് ഓവറി ഡിസീസാണ് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒബീസ് പേഷ്യൻസിൽ. പിന്നെ ഉള്ളത് മറ്റ് എക്സ്ട്രീം, അതായത് അനോറക്സിയ അല്ലെങ്കിൽ ബുളിമിയ, ഇതെല്ലാം പറയുന്നതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറിലുള്ള ഹോർമോൺസിനെയൊക്കെ സപ്രസ് ചെയ്യും. സോ ഹൈപ്പോഗൊണാഡോട്രോഫിക് ഹൈപ്പോഗൊണാഡിസം എന്നാണ് പറയുന്നത്. സോ പിറ്റ്യൂട്ടറിന്നും ഹൈപ്പോതാലാമസ് എന്നുള്ള ഹോർമോൺസ് എല്ലാം സപ്രസ്ഡ് ആയി വരുന്നു. സോ താഴെ ഓവറീസിലേക്കുള്ള സിഗ്നലിംഗ് ഇല്ല. സോ അത് കാരണം ഓവുലേഷൻ നടക്കുന്നില്ല, ഹോർമോൺസ് എല്ലാം ലോ ആയിരിക്കും. ഡെഫിനറ്റ്ലി അതൊരു പ്രിമച്ചർ ഓവേറിയൻ ഫെയിലിയറിന് കോസ് ആവുന്നു. അപ്പോൾ സ്ത്രീകളിലുള്ള വന്ധ്യതയ്ക്കുള്ള മിക്കവാറും ഉള്ള കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് ഏത് രീതിയിലുള്ള ഒരു ചികിത്സ, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാവും. അപ്പോൾ ആ പ്രശ്നം അനുസരിച്ച് ഒരു കസ്റ്റമൈസ്ഡ് ട്രീറ്റ്മെന്റ്. എക്സാക്ട്ലി. അപ്പോൾ ചികിത്സ എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഓരോ കാരണങ്ങൾക്കും ഉള്ള പരിഹാരം. ഇനി മരുന്നോ ഇത്തരത്തിലുള്ള മറ്റ് ചികിത്സകളോ അല്ലാതെ ഒരു കുറച്ചു കാലം ഒരു വെയിറ്റിംഗ് പീരീഡ് അങ്ങനെ കൊടുക്കാറുണ്ടോ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്തനുസരിച്ചിരിക്കും. ഏജ് ഓഫ് ദ ദമ്പതിയുടെ പ്രായം അനുസരിച്ച്. ഇപ്പം 30 വയസ്സിന് താഴെയാണ്, മാരീഡ് ലൈഫ് 2 ഇയേഴ്സിനപ്പുറം ആയിട്ടില്ല, പിന്നെ ഇപ്പം ശരിക്കും അവർ സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തിലധികം മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ട്രീറ്റ്മെൻറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞ പോലെ മെഡിസിൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊവൈഡഡ് ട്യൂബൽ പ്രോബ്ലംസ് നമ്മൾ അല്ലാന്ന് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ട്യൂബിലാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ഹയസ്റ്റ് ഓപ്ഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അതിന് പോസിബിൾ ആയിട്ടുള്ളൂ, അതായത് IVF. ബട്ട് ട്യൂബിൽ പ്രോബ്ലമിലേക്ക് തിരിച്ചു വരാം. ഒരു കോളർ റോഡ് ഉണ്ട്, അടൂരിൽ നിന്ന് മിനിയാണ്. മിനി, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ മിനി. ഡോക്ടറെ, ഞാൻ എൻ്റെ മോക്ക് വേണ്ടിയാണ്. അവർ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. അതിൻ്റെ ഇടയ്ക്ക് 6 മാസമായപ്പോൾ ഒന്ന് പ്രഗ്നന്റ് ആയിരുന്നു. അത് 45 ദിവസമായപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഒരു 75 ദിവസമായി ഒരു നാട്ടിലൊന്ന് വന്നു പോയി. അവിടെ ചെന്ന് യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കി ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായി. ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം അബ്നോർമൽ ആയിരുന്നു. 3-4 ദിവസമായി അത് പിന്നെ ഹാർട്ട് ബീറ്റ് നിന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ അബ്നോർമൽ എന്ന് പറഞ്ഞിട്ട് എന്താണെന്നും പിന്നെ ഇനി രണ്ടാമത് ക്യാരി ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പം വിഷമം ഭയങ്കര ടെൻഷൻ ഇരിക്കുകയാണ് രണ്ടുപേരും. എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ എന്നോടൊന്ന് അറിയാനാണ്. ഓക്കെ അമ്മ, മോൾക്ക് എത്ര വയസ്സ്? മോക്ക് 26 വയസ്സ്, മോന് 30 ആവുന്നു. ഓക്കെ, അത്രയല്ലേ ആയിട്ടുള്ളൂ. സോ ഹിസ്റ്ററി നിങ്ങൾ പറയുന്നത് വെച്ച് മനസ്സിലാക്കുന്നത് ആദ്യം കുഞ്ഞിൻ്റെ ഹൃദയത്തുടിപ്പെല്ലാം കണ്ടു, പക്ഷെ പിന്നെ ഗ്രോത്ത് ഉണ്ടായില്ല, അതായത് വളർച്ച ഉണ്ടാവാതെ നിലച്ചു പോയി, അതായത് ഹൃദയത്തുടിപ്പ് നിലച്ചു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? അബ്നോർമൽ ആയിരുന്നു എന്ന് പറഞ്ഞു. അബ്നോർമൽ ആണെന്നുള്ള നമുക്ക് സ്കാൻ, അതായത് എത്രാമത്തെ മാസത്തിലാണത് പറയുന്നത്? 45 ദിവസത്തെ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ 75ാമത്തെ ദിവസം നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് നിന്നുപോയി, അബ്നോർമൽ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം 75ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 10 ആഴ്ച പ്രായം മാത്രമേ ഉള്ളൂ. ആ പ്രായത്തിൽ എന്നാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, സ്കാനിലെ ഡീറ്റെയിൽസ്, കുഞ്ഞിൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യം ഉള്ളതായിട്ട് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, അബ്നോർമൽ എന്ന് അതിന്റെ റിസൾട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അബ്നോർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാരണങ്ങളാണ് ഈ അബ്നോർമാലിറ്റിക്ക് പറയുന്നത്. അപ്പം നമുക്ക് സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് 10 ആഴ്ചയ്ക്ക് വളർച്ചയില്ലാതെ അതിന് മുമ്പേ ഗർഭം ഹൃദയത്തുടിപ്പ് നിലച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ഒരു അബോർഷനിൽ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. തീർച്ചയായിട്ടും മോളോട് ഫോളിക് ആസിഡ് എന്നുള്ള മരുന്ന് കഴിക്കാൻ പറയുക. 2-3 മാസം തുടരെ ട്രൈ ചെയ്യാൻ പറയൂ. ഇല്ലെങ്കിൽ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണാൻ പറയുക. ഡോക്ടറെ, പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ ആ ഗുളിക കഴിക്കണോ? മുമ്പേ കഴിക്കണം, തീർച്ചയായിട്ടും 3 മാസം മുന്നേ കഴിക്കണം എന്നാണ് പറയുന്നത് ഫോളിക് ആസിഡ്. ശരി, അവരെ കണ്ട ഡോക്ടർ അത് പറഞ്ഞില്ല, 2-3 മാസം കഴിയുമ്പോൾ ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. ട്രൈ ചെയ്യുന്ന സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്, ഭാവിയിൽ വേറെ കുട്ടിക്ക് അംഗവൈകല്യം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്ന IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനെ പറ്റി, അപ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു. IVF അല്ലേ? IVF എന്ന് പറയുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിലെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോമാണ്. അതായത് സാധാരണ ഒരു അണ്ടവും ഒരു ബീജവും യോജിക്കുന്നത് അണ്ടവാഹിനി കുഴൽ അഥവാ ഫാലോപ്പിയൻ ട്യൂബിനുള്ളിലാണ്, നാച്ചുറൽ മീൻസ് ആയിട്ട് ട്രൈ ചെയ്യുമ്പോൾ. ഇത് ഉള്ളിൽ നടക്കാത്ത അവസ്ഥ, ഒന്നുകിൽ ട്യൂബൽ പ്രോബ്ലംസ്, ഇല്ലെങ്കിൽ ഏജ് കാരണം, ഇല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട് കാരണം പ്രശ്നം, ഇല്ലെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കാരണം ഓവുലേഷൻ നടക്കുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മൾ IVFന് നമ്മൾ പറയുന്നത്. അതായത് അണ്ടവും ബീജവും നമ്മൾ ഉള്ളിൽ
യോജിപ്പ് നടക്കാത്ത കാരണം അത് പുറമേ എടുക്കുന്നു ഔട്ട്സൈഡ് ലാബ് സെറ്റിങ്സിൽ. നമ്മൾ ഉള്ളിൽ നടക്കുന്നതിന് നമ്മൾ ഇൻ വൈവോ എന്നാണ് പറയുന്നത്. ഇൻ വിട്രോ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ലാബ് സെറ്റിങ്സിൽ. സോ ലാബ് സെറ്റിങ്സിൽ നമ്മൾ ബീജവും അണ്ടവും യോജിപ്പിച്ച് ഭ്രൂണം തയ്യാറാക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ഫ്രീസ് ചെയ്ത് വെച്ച് പിന്നെ നമ്മൾ യൂട്രസിനെ റെഡിയാക്കി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളിലെ കാര്യങ്ങൾ ഒരു പരിധി വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുരുഷന്മാരിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും പ്രശ്നമുണ്ടാകുന്ന സ്പേമിൻ്റെ കൗണ്ട് കുറഞ്ഞതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് നോർമൽ കൗണ്ട്? മിനിമം നമ്മൾ പറയുന്നത് 15 മില്യൺ ആണ്. 15 to 150 മില്യൺ, അതായത് വലിയൊരു റേഞ്ച് ആണ്. എങ്കിൽ പോലും 15 to 150 മില്യൺ പെർ ml ആണ് അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ താഴെയാകുമ്പോൾ കൗണ്ട് കുറയുന്നതിന് അവസ്ഥേനെയാണ് പറയുന്നത് ഒളിഗോസൂസ്പെർമിയ. പിന്നെയുള്ളത് ചലനശേഷി. മിനിമം നമുക്ക് നല്ല മോട്ടിലിറ്റി ഉള്ള സ്പേംസ് മിനിമം നമുക്ക് 32% വേണം. അതായത് നമ്മളൊരു 100 ബീജങ്ങളാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്നതെങ്കിൽ അതിൽ മിനിമം ഒരു 32 ബീജങ്ങളെങ്കിലും ഫോർവേഡ് മോട്ടിലിറ്റി, അല്ലാതെ നല്ല ചലനശേഷിയുള്ള ബീജങ്ങൾ 32% എങ്കിലും വേണം. അതിലും താഴെയുള്ള അവസ്ഥേനെ നമ്മൾ എസ്തിനോസ്പെർമിയ എന്ന് പറയും. പിന്നെയുള്ളത് സ്ട്രക്ചർ, ബീജത്തിൻ്റെ മോർഫോളജി അഥവാ ഘടനയിൽ പ്രോബ്ലംസ് വരുന്നതിനെ നമ്മൾ ടെററ്റോസൂസ്പെർമിയ എന്ന് പറയും. അത് മിനിമം 4% മതി. സോ ഇത് ഒന്നുകിൽ ഓരോന്നും അതായത് ഒളിഗോസൂസ്പെർമിയ മാത്രമായിട്ട് കാണാം, ഇല്ലെങ്കിൽ മോട്ടിലിറ്റി മാത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം, ഇല്ലെങ്കിൽ മോർഫോളജിക്ക് മാത്രമായിട്ട് പ്രശ്നങ്ങൾ കാണാം, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തും കാണാൻ പറ്റും. ഒരു കോളറോടുണ്ട്, കൊച്ചിയിൽ നിന്ന് മിനിയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം, ചോദിക്കാം. ഹലോ 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 എന്റെ മോക്ക് 2 മാസം കഴിഞ്ഞു. ഗർഭിണിയാണോ? ഗർഭിണിയാണ്. ഓക്കെ. അപ്പൊ മോള് എംടെക്കിന് പഠിക്കണാണ്. അപ്പൊ അങ്കമാലിയിലാണ് മോള് പോണത്. ഞങ്ങളുടെ വീട് എറണാകുളത്താണ്. അപ്പൊ ഇവിടുന്ന് 1 മണിക്കൂർ കോളേജ് ബസ്സിൽ ഇരിക്കണം. യാത്ര ചെയ്യണതിന് കൊണ്ട് കുഴപ്പമുണ്ടോ ഡോക്ടറെ? യാത്ര ജനറലി നമ്മൾ ആരോടും അഡ്വൈസ് ചെയ്യാറില്ല. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായും അവോയ്ഡ് ചെയ്യണം. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസങ്ങൾ ലീവ് എടുക്കാൻ പറ്റുന്ന ജോലിയോ പഠിത്തം ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിൽ യാത്ര ചെയ്യാം, കുഴപ്പമില്ല. ബസ്സാണെങ്കിലും റൂട്ട് ക്ലിയർ ആണ്, അതായത് കുണ്ടും കുഴിയും അധികം ഇല്ലാത്ത റോഡാണെങ്കിൽ ഒരു ചെറിയ റിസ്ക് ഉണ്ട്, എന്നാലും മുന്നോട്ട് പോകാം. അത് നേരത്തെ 1 മാസം പോയപ്പോ ഇതിന് വേദന വന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഈ മെയ്യില് 2 എക്സാം കൂടി ഉണ്ട്, 14 ദിവസത്തെ ക്ലാസ്സും കൂടി ഉള്ളൂ. അപ്പൊ ഈ വർഷം അങ്ങനെ കംപ്ലീറ്റ് ആകും. അപ്പൊ ഈ മെയ്യിൽ എക്സാം എഴുതാനായിട്ട് വന്നാൽ കൊള്ളാമെന്ന് ഡോക്ടർ ടീച്ചേഴ്സ് പറയും. അപ്പോൾ ഒന്നുകിൽ ക്യാബിലോ അല്ലെങ്കിൽ കാറിൽ സഞ്ചരിച്ചാൽ കുറച്ചും കൂടെ സേഫ് ആണല്ലോ. കാരണം ബസ്സിൽ പറയുമ്പോൾ തിങ്ങി നിറഞ്ഞ ബസ്സാണോ, പിന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടുമോ, അതൊന്നും നമുക്കറിയില്ല. സീറ്റ് കിട്ടിയാലും കുണ്ടും കുഴിയൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ. സോ ബെറ്റർ നമുക്ക് പ്രൈവറ്റ് വെഹിക്കിളിൽ, അതായത് കാറിലോ അല്ലെങ്കിൽ ടാക്സിയിലോ ട്രാവൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ എന്ത് തന്നെയായാലും സിജിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ സാധിച്ചുള്ളൂ. എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു ഡോക്ടർ ഇനിയും വരണം, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാതെ നമുക്ക് പോകാൻ വയ്യ. കാരണം കഴിഞ്ഞ ഒരാഴ്ചയും ഈ ഒരാഴ്ചയുമായിട്ട് നമ്മൾ 2 കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ച് കേട്ടു. ഒന്ന് തൊടുപുഴയിൽ വളർത്തച്ഛൻ്റെ പീഡനമേറ്റ് മരിച്ചതും, ഇന്ന് ആലുവയിലെ അമ്മയുടെ കൈകൊണ്ട് മരിച്ച കുഞ്ഞും. അപ്പോൾ ആ ആദ്യത്തെ കുഞ്ഞിൻ്റെ കേസിൽ 5 വർഷം കാത്തിരുന്നുണ്ടായ ഒരു കുഞ്ഞാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ മാതാപിതാക്കൾ വരുമ്പോൾ ഒരു റെസ്പോൺസിബിൾ പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു കൗൺസിലിംഗ് കൂടെ കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ ഒരു സാമൂഹികാവസ്ഥയിലൊക്കെ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുക, നല്ല വ്യക്തിത്വങ്ങളാക്കുക. ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.